മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വണ്ടിപ്പെരിയാറിൽ പുതിയതായി ഏർപ്പെടുത്തിയ വാളാടിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് കൂടാൻ സാധ്യത. അടിസ്ഥാന സൗകര്യക്കുറവ് അയ്യപ്പ ഭക്തരെ വലയ്ക്കുന്നതായി ഹൈന്ദവ സംഘടനകൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ജില്ലയിൽ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാറിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കഴിഞ്ഞ വർഷം വരെ മിനി സ്റ്റേഡിയത്തിലാണ് വാഹനം പാർക്ക് ചെയ്യുന്നതിനായി സൗകര്യം ഒരുക്കിയിരുന്നത്. എന്നാൽ 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതോടുകൂടി പുതിയൊരു വാഹന പാർക്കിംഗ് എന്ന ആവശ്യം ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തിയതിൽ വാളാടി HML പ്ലാന്റേഷൻ ഇതിനായുള്ള സൗകര്യം ഒരുക്കുകയാണ് ഉണ്ടായത്. ദിവസവും 5000-ന് മുകളിൽ അയ്യപ്പ ഭക്തരാണ് വണ്ടിപ്പെരിയാർ സത്രം കാനനപാത വഴി സന്നിധാനത്തിലേക്ക് എത്തുന്നത്. ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഇതിനായി ഗ്രാമപഞ്ചായത്ത് 7 ബയോ ടോയ്ലറ്റുകളും 5ഓളം താൽക്കാലിക ടോയ്ലറ്റുകളും പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതലായ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഇത് തികയാതെ വരുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ബയോ ടോയ്ലറ്റുകൾക്ക് 2 ലക്ഷം രൂപയാണ് 10 ദിവസത്തെ വാടകയായി സർക്കാർ നിയോഗിച്ച ഏജൻസിക്ക് നൽകുന്നത്. എന്നാൽ 7 ടോയ്ലറ്റുകൾക്ക് 1000 ലിറ്റർ വാട്ടർ ടാങ്കാണ് കമ്പനി സ്ഥാപിച്ചിട്ടുള്ളതും. ഇതും അയ്യപ്പ ഭക്തരെ വലയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പ്രത്യേക പാസ് നൽകിയാണ് സന്നിധാനത്തിലേക്ക് കടത്തിവിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതലായ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതലായ സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യം വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പുല്ലുമേട്ടിലും അതോടൊപ്പം തന്നെ മകരവിളക്ക് ദിവസം കോഴിക്കാനം വഴിയുള്ള യാത്ര സുഗമമാക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ തുടങ്ങിയ മകരവിളക്ക് ദർശന സ്ഥലങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.